മലപ്പുറത്ത് സ്വകാര്യ ബസ്സിൽ വെച്ച് ലൈംഗിക ഉപദ്രവം നേരിട്ട പെൺകുട്ടിയുടെ പ്രതികരണം 24നോട്. ബസ്സിൽ വെച്ച് താൻ പ്രതികരിച്ചിട്ടും ഒരാൾ പോലും പിന്തുണച്ചില്ല. തന്റെ ഭാഗത്താണ് ശരിയെന്ന് ബോധ്യമുണ്ട്. പ്രതികരിച്ചപ്പോൾ അയാൾ സോറി പറഞ്ഞു. തെറ്റ് ചെയ്തില്ലെങ്കിൽ സോറി പറയേണ്ട കാര്യമില്ലല്ലോ. പ്രതിയെ പിടിക്കാതെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ജീവനക്കാർ അവസരമൊരുക്കിയെന്നും പെൺകുട്ടി പറയുന്നു. തിരൂർ വളാഞ്ചേരി റൂട്ടിലോടുന്ന ബസ്സിലായിരുന്നു അതിക്രമം. 24 എക്സ്ക്ലൂസീവ്. ഞാൻ കടങ്ങാത്തുണ്ട് സ്റ്റോപ്പിൽ നിന്നാണിത് ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. വെട്ടിച്ചിറ ആ ഒരു സ്ഥലമെത്തിയപ്പോൾ ഇയാൾ വന്നിട്ട് ബസ്സിൽ ചാരിന്നിട്ട് അയാൾ തൊടാനും ശരീരത്തിൽ തൊടാനും കൈവച്ച് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വീണ്ടും ഇതിന് ശ്രമിച്ചപ്പോൾ ഞാൻ കയറി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു ഒന്നുമില്ല മോളെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ സോറി അറിയാൻ തുടങ്ങി. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കണ്ടക്ടർ വന്നിട്ട് ഇയാളെ ബസ്സിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോയി. കണ്ടക്ടർ വന്നിട്ട് ചോദിച്ച് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു തോന്നിയപ്പോഴാണല്ലോ ഞാൻ അയാളോട് നേരിട്ട് റിയാക്ട് ചെയ്ത്. കണ്ടക്ടറോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ റിയാക്ട് ചെയ്തപ്പോഴും നിങ്ങളെല്ലാവരും നോക്കി നിൽക്കണില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഡ്രൈവർ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ, കേസിൻ്റെ വഴിക്ക് തന്നെ പോകാനാണ് അങ്ങനെ. വിപിൻ സി വിജയൻ ഇപ്പോൾ ചേരുന്നുണ്ട് മലപ്പുറത്ത് വിവരങ്ങളുമായി. വിപിൻ, എന്തൊക്കെയാണ് പെൺകുട്ടി പറയുന്നത്? ഉന്മേഷ്, വളരെ ശക്തമായി തന്നെ ആ പെൺകുട്ടി പ്രതികരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ വളാഞ്ചേരി തിരൂർ റൂട്ടിലോടുന്ന ഈ മലാല എന്നുള്ള ഒരു സ്വകാര്യ ബസ്സിൽ വെച്ചാണ് ഈ ഒരു അതിക്രമം ഉണ്ടാകുന്നത്. വെട്ടിച്ചിറ എന്നുള്ളൊരു സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടി ബസ്സിന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ നിൽക്കുകയായിരുന്ന ഒരാൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് തന്നെ ഈ പെൺകുട്ടി റിയാക്ട് ചെയ്തു. ഈ പെൺകുട്ടിയുടെ സുഹൃത്തും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടുത്തെ ബസ് കണ്ടക്ടർ വന്ന് ഇയാളെ പിറകിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. വളാഞ്ചേരി സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് നേരെ അവിടെ ലൈംഗിക ഉപദ്രവം ഉണ്ടാവുന്നു. ആ പെൺകുട്ടി അതിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ബസ്സിലെ ജീവനക്കാരോ അല്ലെങ്കിൽ ആ ബസ്സിൽ ഉണ്ടായിരുന്നവരോ ഒരു പിന്തുണയും ആ പെൺകുട്ടിക്ക് നൽകിയില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നൊക്കെ ഈ പെൺകുട്ടി പറയുമ്പോഴും അപ്പോൾ അതിന് സമയമില്ല എന്നുള്ളതാണ് ബസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു വാദം എന്നുള്ളത് കൂടിയുണ്ട്. അതിനുശേഷം ഇപ്പോൾ കോളേജിലേക്ക് എത്തിയ ഈ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ BP കൂടുകയും തലമിന്നൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ചോദിച്ചറിയുകയും ഈ സ്കൂളിൻ്റെയും ഒപ്പം തന്നെ ഈ രക്ഷിതാക്കളുടെയൊക്കെ ഒരു പിന്തുണയോടുകൂടി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയെ തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. ഇങ്ങനെ ബസ് കസ്റ്റഡിയിലെടുത്തത് അന്യായമെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായി വളാഞ്ചേരി തിരൂർ റൂട്ടിൽ ബസ്സുകളുടെ പണിമുടക്കാണ്. ഇന്നിപ്പോൾ അത് തിരൂർ താലൂക്കിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വ്യാപിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിലെന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വിശദീകരണവുമായി ഈ പെൺകുട്ടി തന്നെ രംഗത്ത് വരികയും ഇത്തരത്തിൽ ആർക്കും ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. ആ ബസ്സിൽ കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവർ ഇത് കണ്ടിരുന്നു. പക്ഷേ പോലീസിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളിലേക്ക് കൃത്യമായി പോകാനോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതി ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു. മറ്റേതൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണം, പ്രതിക്ക് കേസെടുത്തിട്ടുണ്ട്. പ്രതിക്കായിട്ടുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ്. ഉന്മേഷ്, ശരി. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.